ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എൻ്റെ US സോളോ ട്രിപ്പിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. US ട്രിപ്പിൻ്റെ അവസാനത്തെ പാർട്ട് കാണിക്കുന്നത് മൺഡേ ആണ്. ആകെ 3 ആഴ്ചത്തേക്ക് പോയത് കാരണം പകലെല്ലാം വളരെ ബിസി ആയിരിക്കും ഓരോ കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഉറക്കം വരാതിരുന്നപ്പോൾ രാവിലെ തന്നെ അങ്ങ് എഴുന്നേറ്റിട്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു കുക്കിയുണ്ട്, ബട്ടർ പീക്കാൻ കുക്കി. ഒരു കുക്കിയും എടുത്ത് ഒരു കാപ്പിയൊക്കെ ഇട്ട് കുറച്ച് നേരം അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നിട്ട് ഞാൻ എൻ്റെ പാക്കിങ് തുടങ്ങി. ഈ ഒരു പന്നിക്കുട്ടിയുടെ സ്റ്റഫ് ഡോള് ഞാൻ ബഹാമാസിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. തനുവിന് ഭയങ്കര ഇഷ്ടമാണ്, അതായത് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റഫ് ഡോൾസ്. അതുകൊണ്ട് ആ ഡോള് അവൾക്ക് വേണ്ടി മേടിച്ചതാണ്. ശരിക്കും ഈ ബോക്സിൽ ഇരിക്കുന്നതെല്ലാം ഞാൻ ഷോപ്പിംഗ് തുടങ്ങിയ സമയത്ത് മേടിച്ചതും ബഹാമാസിൽ പോയപ്പം മാത്രമുള്ളതാണ്. ശരിക്കും ഞാൻ ഷോപ്പിംഗ് കാര്യമായിട്ട് ചെയ്തത് ഈ പോരുന്നതിന് 2-3 ദിവസം മുമ്പാണ്. അപ്പോൾ അതൊന്നും ഈ ബോക്സിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. അത് ഞാൻ തിങ്കളാഴ്ചയുള്ള വീഡിയോയിൽ കാണിക്കാമേ. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന ശേഷം ഞാൻ മോളെ കൊണ്ട് ഓരോന്നോരോന്നായിട്ട് എടുപ്പിച്ചിട്ട് ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇതിപ്പം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ മുൻവശമാണ്. ആ വീട് മുഴുവൻ എനിക്കൊന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒട്ടും ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് കേട്ടോ. എങ്കിലും നിങ്ങളെ ഒരു കാര്യം കാണിക്കണമെന്ന് തോന്നി. ഈ മെയിൻ ഡോറ് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴാണ് ഈ വീട്ടിലെ 2 ബെഡ്റൂമും. അപ്പോൾ ഈ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്ക് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതും പഴയ കാലത്തെ ഒരു പിക്ചർ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ഒരു 50-55 വർഷമെങ്കിലും മുൻപുള്ള ഒരു ഫോട്ടോയാണ്. അത് ചേച്ചി ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ലെന്നറിയാം, എങ്കിലും ഞാൻ വേറെ ഒരു പഴയ ഫോട്ടോയും കൂടെ കാണിക്കാമേ. ഇത് ഞങ്ങൾ 9 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. 9 മക്കളും അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഉള്ള ഒരേ ഒരു ഫോട്ടോ ഇതാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതിന്ന് ഞാൻ ഏതാന്ന്? ആ ഫോട്ടോയും തീരെ ക്ലിയർ അല്ലാന്നറിയാം, എന്നാലും നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയേ. ഇതിപ്പം മെയ് 25-ാം തീയതിയായ 3 ആഴ്ചത്തെ എൻ്റെ US വാസം തീർന്ന ദിവസം. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഒരു ടാക്സിയൊക്കെ എടുത്ത് സാൻ ഫ്രാൻസിസ്കോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ നേരെ ദുബായിക്കാണ് പോകുന്നത്. ദുബായിൽ നിന്ന് ട്രിവാൻഡ്രത്തോട്ട്. US പോകുന്നതിന് മുമ്പ് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴേക്കും ലേറ്റ് ആയത് കാരണം അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് മാർജിൻ ഫ്രീ ഷോപ്പിലൊക്കെ ഒന്ന് പോയേ പറ്റുള്ളായിരുന്നു. എൻ്റെ ഭർത്താവിന് 2 കുപ്പി മേടിക്കണം, മോക്ക് ചോക്ലേറ്റ് മേടിക്കണം. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് ചെറിയ വീഡിയോ ആക്കിയിട്ട് ഞാനൊന്ന് എടുക്കാം കേട്ടോ. ഒരുപാട് മാർജിൻ ഫ്രീ ഷോപ്പുകളുണ്ട്, പക്ഷേ അതിൻ്റെ എല്ലാം ഒന്നും എടുത്തില്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാമേ. സന്ധ്യയായി തുടങ്ങുന്ന സമയത്ത് വീണ്ടും അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നിങ്ങളെ അവിടുത്തെ ഷോപ്പൊക്കെ ഒന്ന് കാണിക്കാം. ആദ്യം ഈ കാണുന്നതെല്ലാം മിക്കതും പെർഫ്യൂം ഷോപ്പുകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് നമുക്ക് വേണ്ടത് തപ്പിയാണ് പോയത്. ആദ്യം തന്നെ എൻ്റെ ഭർത്താവിനുള്ള 2 കുപ്പി അങ്ങ് മേടിക്കാം എന്നോർത്തു. 2 അല്ല കേട്ടോ, അതിൽ കൂടുതൽ മേടിക്കാം, പക്ഷേ ഡ്യൂട്ടി അടിച്ചാലോ എന്നുള്ള പേടി കൊണ്ടാണ് 2 എണ്ണത്തിൽ ഒതുക്കി. അത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് മേടിക്കാൻ ഒരു ഷോപ്പിലോട്ടും പോകണമായിരുന്നേ. US കിട്ടാത്ത ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. മോക്ക് ആ ഒരു ചോക്ലേറ്റ് ആയിരുന്നു വേണ്ടത്. US കയറിയ എല്ലാ ഷോപ്പിലും തപ്പിയിട്ടും ആ ഒരു ചോക്ലേറ്റ് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഈ കുപ്പിയുടെ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ ചോക്ലേറ്റിനെ പറ്റി പറയുന്നത് എനിക്ക് ഈ കുപ്പികളെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. സേവിക്ക് ഇഷ്ടമുള്ളത് ഏതൊക്കെ ബ്രാൻഡാണെന്ന് എനിക്കറിയാം. അതിൽ ഒരുപാട് എക്സ്പെൻസീവ് അല്ലാത്തത് നോക്കി 2 ബോട്ടിൽ മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയത് ചോക്ലേറ്റ് ഷോപ്പിലോട്ടാണ്. അവിടെ നടുക്ക് തന്നെ അങ്ങനെ വലിയൊരു ഒട്ടകം ഇരിപ്പുണ്ട്. പിന്നെ കുറേ ജ്വല്ലറി ഉണ്ട്. ഇത് മുഴുവൻ സുവനീറുകളാണ് കേട്ടോ. കുറേ സിൽവർ കളറിലും ഗോൾഡ് കളറിലും ഇരിക്കുന്ന കണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതെല്ലാം സുവനീറുകളാണ്. ബുർജ് ഖലീഫയുടെയും ഒക്കെ പടമുള്ള, പക്ഷെ നല്ല വിലയുമാണ് കേട്ടോ ഇതിനെല്ലാം. കീ ചെയിനുകളും ബോട്ടിൽ ഓപ്പണറും എല്ലാം. പിന്നെ നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ ചോക്ലേറ്റ് ഉണ്ടോ അതെല്ലാം ഇവിടെയുണ്ട്. പക്ഷേ അവൾ 2 ചോക്ലേറ്റ് പറഞ്ഞതിൽ, 2 തരത്തിലുള്ള ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറഞ്ഞതിൽ ഒരെണ്ണമേ കിട്ടിയുള്ളൂ. ഇതാണ് അവൾ പറഞ്ഞ സാധനം. ഞങ്ങൾ ഗുലിയാൻ എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, പക്ഷേ എനിക്കറിയാം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും മിക്കവാറും. എന്നാലും നിങ്ങളെ ഓടിച്ച് നമുക്ക് വേണ്ടത് കണ്ടെങ്കിലും ഓടിച്ച് എല്ലാ തരത്തിലുമുള്ള ചോക്ലേറ്റ് കുറേയെങ്കിലും ഒന്ന് കാണിക്കാം എന്നോർത്തു. ഞാൻ മോക്ക് 2 പാക്കറ്റ് മേടിച്ചു, സേവിക്ക് ഒരു ചെറിയ പാക്കറ്റ് ചോക്ലേറ്റ് മേടിച്ച്. എൻ്റെ ഭർത്താവിൻ്റെ ശരിക്കുള്ള പേര് സേവിയർ എന്നാണ്, അതിന് ചുരുക്കി വിളിക്കുന്നതാണ് സേവിന്ന് കേട്ടോ. ദുബായ് എയർപോർട്ടിൽ 3 മണിക്കൂറായിരുന്നു നമുക്ക് സമയം കിട്ടിയത്. ആ സമയം കൊണ്ട് പെട്ടെന്ന് ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിന്നെ നമ്മൾ ദുബായിൽ നിന്ന് അവസാനം നമ്മുടെ നാട്ടിലോട്ടുള്ള ഒരു വരവ് മനസ്സിലൊരു വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഫാമിലിയുടെ കൂടെയാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ബെഡിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തെ ആ ഒരു സുഖം എവിടെ പോയാലും കിട്ടില്ല.
ദുബായിൽ നിന്നുള്ള ടേക്ക് ഓഫ് രാത്രിയിലായിരുന്നുകൊണ്ട് തന്നെ ഭയങ്കര ശേലായിരുന്നു കാണാനായിട്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ബുർജ് ഖലീഫ കാണാം കേട്ടോ. ഞാനത് സൂം ചെയ്ത് കാണിക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ ടോളായിട്ടുള്ള ബിൽഡിങ്, കുറച്ച് ഞാൻ സൂം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. ഞങ്ങളൊരു 8-10 വർഷം മുമ്പ് ദുബായിൽ പോയപ്പം അതിൻ്റെ മേലെ ഒന്ന് കയറാൻ പറ്റിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിപ്പം നമ്മുടെ പാവപ്പെട്ട തിരുവനന്തപുരത്തെ ലൈറ്റ്സ് ആണ് കേട്ടോ. ദുബായ് പോലെയൊന്നും അല്ലല്ലോ, പക്ഷേ അതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തെ നിന്നല്ല, കേരളത്തിലെ ഏത് എയർപോർട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ പകൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി. കാരണം നമ്മുടെ നാട്ടിലുള്ളതുപോലെയുള്ള പച്ചപ്പ് വേറെ ഒരു സ്ഥലത്തുമില്ലല്ലോ. ആ മുകളിൽ നിന്ന് ആ പച്ചപ്പെല്ലാം കൂടെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇപ്പോൾ ലാൻഡ് ചെയ്തപ്പം നല്ല മഴ. അങ്ങനെ 3 ആഴ്ചയ്ക്ക് ശേഷം എൻ്റെ ഭർത്താവിനെയും മകളെയും ഒന്ന് കാണാൻ പറ്റിയതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് മുഖത്ത് കാണുന്നത് കേട്ടോ. എൻ്റെ മോള് ദൂരേന്ന് വരുന്നത് മാത്രം ഒരു വീഡിയോ പെട്ടെന്നൊന്ന് എടുത്തതേ ഉള്ളേ. അവർ രണ്ടുപേരും എന്നെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ വന്നപ്പോഴേക്ക് സേവി വീട്ടിൽ നിന്നിരുന്ന കുറച്ച് പൂക്കളെല്ലാം കൂടെ പറിച്ച് എനിക്ക് കുഞ്ഞൊരു ബൊക്കെ പോലെ ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. അതിൻ്റെ വീഡിയോ ആണിത് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി എരിവ് കഴിക്കാഞ്ഞിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടുകായിരുന്നു. അപ്പോൾ എന്തോ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് കപ്പയും മീൻകറിയുണ്ട്. അപ്പോൾ നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് കപ്പയും മീൻകറിയും നല്ല ആസ്വദിച്ച് കഴിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ പെട്ടികളെല്ലാം തുറന്ന് അവർക്ക് കൊണ്ടുവന്നതും മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതും വീട്ടിലേക്ക് മേടിച്ചതുമെല്ലാം കാണിച്ചു കൊടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യാമേ. ഞാൻ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച ആ വീഡിയോ ആണ് US ട്രിപ്പിൻ്റെ അവസാനത്തെ പാർട്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്